യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ. ഇന്ന് ക്രിസ്തുമസ് ആണ്. സ്നേഹത്തിന്റെ, രക്ഷയുടെ, തിരുപ്പിറവിയുടെ ദിനം. ക്രിസ്തുമസ് പകർന്നു നൽകുന്ന സന്ദേശങ്ങൾ ഒരുപാടുണ്ട്. കൂട്ടായ്മയുടെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ പങ്കുവയ്ക്കലിനുള്ള നിമിഷങ്ങളാണ് ഓരോ ക്രിസ്തുമസും നമുക്ക് സമ്മാനിക്കുന്നത്. കൂടിച്ചേരലുകളുണ്ടാകും. പരസ്പരം മുഖത്തു നോക്കി ഹാപ്പി ക്രിസ്തുമസ് എന്ന് പറയും. അതെ, മുഖത്തു നോക്കി ചിരിച്ചുകൊണ്ട് ഒരു ആശംസ അറിയിക്കുവാൻ ഒരു നിമിത്തമാകുന്നു ക്രിസ്തുമസ്. ഒപ്പം ഏറ്റവും വലിയ സന്ദേശം എന്ന് വെച്ചാൽ ഉള്ളിൽ ഒരു പിറവി ഉണ്ടാകണം എന്നത് തന്നെയാണ്. ഒരു തിരുപ്പിറവി. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു നന്മയുടെ തുടക്കത്തിന് നിമിത്തമാകുവാൻ ഈ ക്രിസ്തുമസ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്തുമസിന്റെ കാഴ്ചകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതുതന്നെയാണ്, വഴികാട്ടികളാകുക. നന്മയിലേക്കുള്ള, സ്നേഹത്തിലേക്കുള്ള, രക്ഷയിലേക്കുള്ള വഴികാട്ടികൾ. വഴിയെറിഞ്ഞ് വഴിയെ നടക്കുന്ന വഴികാട്ടികൾ. അതെ, നമ്മുടെ ജീവിതത്തിലും നിരവധി നക്ഷത്രങ്ങളുണ്ട്. നമുക്ക് നന്മയുടെ വഴി കാണിച്ചു തരുന്ന വ്യക്തിത്വങ്ങൾ. അവരെയും ചേർത്ത് വയ്ക്കാൻ നമ്മുടെ ജീവിതത്തോട്. ഒപ്പം നമുക്കും ചെറിയ നക്ഷത്രങ്ങളായി മാറുവാൻ ശ്രമിക്കാം. വഴിയെ നടക്കുവാൻ പ്രചോദിപ്പിക്കുന്ന, വഴി കാണിച്ചു കൊടുക്കുന്ന നന്മയുള്ള നക്ഷത്രങ്ങൾ. ക്രിസ്തുമസിന്റെ അനുഭവ കഥകളിൽ ഒന്ന് കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകളാണ്. രക്ഷകന്റെ പിറവിക്കായിട്ട് കടന്നു ചെല്ലുന്ന ഇടങ്ങളൊക്കെ കൊട്ടിയടയ്ക്കപ്പെട്ടു. ഒരിക്കലും നന്മയ്ക്ക് മുന്നിൽ, സ്നേഹത്തിന് മുന്നിൽ, പ്രതീക്ഷയ്ക്ക് മുന്നിൽ, സ്വപ്നങ്ങൾക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കുന്ന വാതിലുകൾ നമ്മിൽ ഉണ്ടാകാതിരിക്കട്ടെ. തുറന്നു കൊടുക്കുവാൻ നമുക്കും സാധിക്കട്ടെ. നന്മയ്ക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി. ക്രിസ്തുമസിൻ്റെ എല്ലാവിധ ആശംസകളും ഒരുപാട് സ്നേഹത്തോടെ നേരുന്നു. സ്നേഹവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ രക്ഷയുടെ ഒരു ദിനമായി ഈ ദിനവും മാറട്ടെ. നേരുന്നു. ശുഭദിനം.